ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിക്കൊണ്ട് നമ്മുടെ മക്കളുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ മക്കളുടെ ഇടപെടലുകളിൽ, പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ പുതിയ തലമുറയുടെ രീതികളിൽ, അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവർത്തികളിൽ, അവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? പലപ്പോഴും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുകയും പ്രയാസം പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. ഇന്നത്തെ തലമുറ തീരെ ശരിയില്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലം പണ്ടത്തെ കാലം പോലെയല്ല, ആകെ മാറിയിരിക്കുന്നു, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. അധ്യാപകരൊക്കെ പറയും, ഇപ്പൊ കുട്ടികളോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുക മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയുടെ സമൂലമായ വികസനത്തിൽ, അവൻ്റെ എല്ലാ നിലക്കുമുള്ള പേഴ്സണാലിറ്റിയിൽ വലിയ ഒരു ഭാഗധേയം നിർണയിക്കാൻ അധ്യാപകർക്ക് സാധിച്ചിരുന്നു. ഇന്ന് അതൊന്നും പറ്റാത്ത ഒരവസ്ഥയുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. എങ്കിൽ നമ്മൾ ഒന്നാമതായി ചോദിക്കേണ്ടത് ഇതെന്തുകൊണ്ട് ഇങ്ങനെയുണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു വ്യത്യാസം പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളിൽ, അവരുടെ പദപ്രയോഗങ്ങളിൽ, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവരുപയോഗിക്കുന്ന വാക്കുകളിൽ ഈ വ്യത്യാസമുണ്ടായത് എങ്ങനെയാണ്? അതൊരിക്കലും യാദൃശ്ചികമല്ല എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയോ അങ്ങനെ സംഭവിച്ചു പോകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്കല്ലേ അത് സംഭവിക്കുക. പക്ഷേ പുതിയ തലമുറയിൽ മൊത്തത്തിൽ തന്നെ അത്തരം വ്യത്യാസം നമ്മൾ കാണുകയാണ്. ഇതൊരു യാദൃശ്ചികമായ കാര്യമല്ല, മറിച്ച് അവരുടെ കാഴ്ചപ്പാടുകളെ, അവരുടെ ലോകവീക്ഷണത്തെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന ചില ആശയങ്ങൾ അവരിലേക്ക് എങ്ങനെയൊക്കെയോ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം തേടിയാൽ നാം ചെന്നെത്തുന്ന എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്.